തെരുവ് നായ ശല്യം മൂലം ഉറക്കം നഷ്ടപ്പെട്ട ഒരു കുടുംബമുണ്ട് തിരുവനന്തപുരം വർക്കലയിൽ. വർക്കല പുന്നമൂട്ടിൽ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടിന്റെ ടെറസിൽ തമ്പടിച്ചിരിക്കുന്നത് 15ഓളം തെരുവ് നായകളാണ്. അക്രമാസക്തരായ തെരുവ് നായകൾ കാരണം വീടിന് പുറത്തിറങ്ങാനാകുന്നില്ലെന്നും രാത്രിയിൽ ഉറങ്ങാനാകുന്നില്ലെന്നും കുടുംബം പരാതി പറയുകയാണ്. പരാതി നൽകിയിട്ട് വർക്കല നഗരസഭ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. സന്ധ്യ മയങ്ങിത്തുടങ്ങുമ്പോൾ തിരുവനന്തപുരം വർക്കല പുന്നമോട് ബിസ്മിയിൽ അഫ്സൽ നിസ എന്ന വൃദ്ധയുടെ വീടിന്റെ ടെറസ് തെരുവ് നായക്കൂട്ടം കൈയടക്കും. പിന്നെ നേരും പുലരും വരെ കുരയും കടിപിടിയും ബഹളവും. അഫ്സൽ നിസയ്ക്കൊപ്പം മകളും ചെറുമകളും മാത്രമാണ് വീട്ടിലുള്ളത്. തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായതോടെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാതെ ഭയന്ന് ജീവിക്കുകയാണ് കുടുംബം. രാത്രിയിൽ ഉറങ്ങാനോ വീട്ടിലെ ചെറിയ കുട്ടിക്ക് സ്കൂളിൽ പോകാനോ കഴിയാത്ത അവസ്ഥ. 2-3 മാസമായി പുറത്തിറങ്ങാനേ പറ്റുന്നില്ല. ഡോക്ടർ എന്നെ 1/2 മണിക്കൂർ നടക്കാൻ പറഞ്ഞു. അതിനിപ്പോൾ പേടിച്ചിട്ട് ഞാൻ ഇറങ്ങുന്നില്ല. ഞാനും എൻ്റെ ഒരു മോളും മോക്കൊരു മോളും ഇങ്ങനെ 3 പേരാളും ആ കൊച്ചിന് സ്കൂളിൽ പോകാൻ പോലും പറ്റുന്നില്ല. ഒരുപാട് ഞങ്ങൾ ബുദ്ധിമുട്ടുന്നു. മുനിസിപ്പാലിറ്റി പറഞ്ഞിട്ട് ഒരു പരിഹാരവും കാണുന്നില്ല. ഞങ്ങൾ എന്തോ ഇവിടെ വിറ്റ് പറഞ്ഞ് പോട്ടോ എന്ത് ചെയ്യണം, ഞങ്ങൾ ഇവിടെ കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ടെറസിലാണ് എൻ്റെ ഉറക്കം. 10-12 എണ്ണം ഉണ്ട്. അപ്പുറത്തെ സാറ് ഇന്നലെയും കുറേ ഫോട്ടോ എടുത്തൊക്കെ അയച്ച് ഭയങ്കര ശല്യമാണ്. ഉറങ്ങാനേ പറ്റുന്നില്ല. വയസ്സായ എനിക്കിത് ഉറങ്ങി തെളിഞ്ഞിട്ട് എത്രയോ ദിവസമാവുന്നു. വീടിന്റെ ഒരു വശത്ത് മാത്രമാണ് ചുറ്റുമതിലുള്ളത്. അതിലൂടെയാണ് നായകൾ എത്തുന്നത്. സമീപത്തെ വീട്ടുകാരും സമാന പ്രതിസന്ധി നേരിടുന്നു. പ്രശ്നം വീഡിയോ സഹിതം വർക്കല നഗരസഭാ ചെയർമാനെ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടാകുന്നില്ലെന്ന് പുന്നമൂട്ടിലെ റെസിഡൻസ് അസോസിയേഷൻ പറയുന്നു. നമുക്ക് ഇത് ആരോടുമാണ് പറയാൻ പറ്റുക? ആകെ പറയാൻ പറ്റുന്നത് മുനിസിപ്പാലിറ്റിയിലാണ്. മുനിസിപ്പാലിറ്റിയിലെ ചെയർമാന് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അദ്ദേഹം നോക്കുകയാണെങ്കിൽ, മനസാക്ഷിയുള്ള ഒരാൾ അത് കണ്ടാൽ എന്തെങ്കിലും ഒരു പരിഹാരം, ഞങ്ങൾ എവിടെയാണ് പോവേണ്ടേ? പോലീസ് സ്റ്റേഷനിൽ പോയി പറയാൻ പറ്റുമോ? ആകെ ഞങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് മുനിസിപ്പാലിറ്റിയെ മാത്രമേ ഉള്ളൂ. പണ്ടുണ്ടാക്കിയ ഒരു നിയമം ഇങ്ങനെ ഉണ്ട്, നായ്ക്കളെ ഒന്നും ചെയ്തുകൂടാ എന്ന് വിചാരിച്ചിട്ട് ഈ മനുഷ്യനെ കടിക്കുമ്പോൾ മനുഷ്യന് അല്ലേ ഒരു വില കൊടുക്കേണ്ടത്? എത്രയോ പിള്ളേർ ഈ വീട്ടിൽ തന്നെ ഒരു പഠിക്കുന്ന കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. ആ കുട്ടി സ്കൂളിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ആ കുട്ടിയുടെ പിറകെ പട്ടികൾ ഇങ്ങനെ ഓടി വരികയാണ്. തൊട്ടടുത്ത റോഡിലും പുരയിടങ്ങളിലുമെല്ലാം നായ്ക്കളുടെ ശല്യം വർദ്ധിക്കുന്നു. വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട സംഭവങ്ങളും നിരവധി. സ്കൂട്ടറിൽ പോകുമ്പോഴത്തേക്ക് പട്ടി എനിക്ക് എൻ്റെ ഭാഗത്തോട്ട് എടുത്ത് ചാടി. ഞാൻ പ്രതീക്ഷിച്ചത് അത് മറുഭാഗത്തേക്ക് തിരിഞ്ഞു പോകുന്നതാണ്. പക്ഷേ എടുത്ത് ചാടി ഞാനും സ്കൂട്ടറും കൂടെ വീണ്. അങ്ങനെ ഒരു അനുഭവം ഒരാഴ്ച ആയുള്ളൂ ഉണ്ടായി. ഈ വർക്കലയുടെ പുന്നമൂട് പെരിക്കണ്ണി കരയോഗം സ്കൂളിൻ്റെ ഭാഗം, കരയോഗത്തിൻ്റെ ഭാഗം എല്ലാം ഇങ്ങനെ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാണ്. പല പ്രാവശ്യം മുനിസിപ്പാലിറ്റിയിൽ അറിയിച്ചിട്ടുണ്ട്. ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവിടെ ഒരു മരണ വീട്ടിൽ അതിൻ്റെ അനന്തര ചടങ്ങ് നടക്കുന്ന ദിവസത്ത് ഒരാളിനെ ഒരു തെരുവ് നായ വന്ന് കടിച്ച്. അതും മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുണ്ട് ഓൾറെഡി അന്നേ. പക്ഷേ ഇതിന് ഇതൊരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് തെരുവ് നായ്ക്കളെ ഭയക്കാതെ നടന്ന് സ്കൂളിലെത്താൻ കഴിയുന്നില്ലെന്നാണ് പുന്നമൂടുകാർ പറയുന്നത്. പ്രഭാത സവാരിക്ക് ഇറങ്ങുന്നവർ നായ്ക്കളെ തുരത്താൻ വടികൾ കരുതേണ്ട അവസ്ഥയും. പിന്നെ എപ്പോഴും പറഞ്ഞാൽ എല്ലാ സമയവും നായ്ശല്യമാണ്. പിള്ളേർക്ക് വെളിയിറങ്ങാനോ സ്കൂളിൽ പോകാനോ പറ്റുന്നില്ല. കുട്ടികൾക്ക് ആ അവസ്ഥയാണ്. പലപ്പോഴും പരാതി പറഞ്ഞിട്ടുണ്ട് നഗരസഭയിൽ. അവരാരും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. പുന്നമൂട് ചന്തയുടെ ഭാഗത്ത് മാലിന്യ നിക്ഷേപം തുടരുന്നത് തെരുവ് നായ ശല്യം രൂക്ഷമാകുന്നതിനിടയാക്കിയിട്ടുണ്ട്. ഇത് പരിഹരിക്കാൻ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നും ആരോപണമുയരുന്നു. ജനം, തിരുവനന്തപുരം.